ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഇന്ന് നമുക്ക് എല്ലാവർക്കും ലഭിച്ച തിരുവചനങ്ങളെ ജോഷുവ 3:5 ഇവിടെ ഇപ്രകാരമാണല്ലോ അവിടെ പറയുന്നത്. നമുക്കറിയാം എല്ലാവർക്കും. ഇന്ന് നിങ്ങളെ തന്നെ വിശദീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ജോഷുവ ജനത്തോട് വിളിച്ചു പറയുക. ഒരു വലിയൊരു വാക്കായിട്ട് എനിക്കിന്നത് വളരെ വിശിഷ്ടമായിട്ട് തോന്നിയ ഒരു ആശയങ്ങൾ ഞാൻ പങ്കുവെക്കുക. ജോഷുവ ജനത്തോട് വിളിച്ചു പറയുകയാണ്, ഇന്ന് തന്നെ നിങ്ങളെ തന്നെ വിശദീകരിക്കുവിൻ, നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും കർത്താവ്. അപ്പോൾ എന്തുകൊണ്ടാണ് ദൈവം എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകാത്തത്? പല അത്ഭുതങ്ങളും അടയാളവും നൽകിയിട്ടും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മുടെ ജീവൻ രക്ഷിച്ചിട്ട് പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നില്ല, ദൈവം എന്നെ പരിപാലിക്കുന്നില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല. ഇങ്ങനെയുള്ള കുറ്റാരോപണങ്ങളായിട്ടാണ് നമ്മൾ ദൈവസന്നിധിയിലേക്ക് വരുന്നത്. ഒരാരോപണമായിട്ടാണ്, പരാതിയല്ല, ആരോപിക്കുക, അപേക്ഷിക്കുകയല്ല, യാചിക്കുകയല്ല. ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിക്കുകയും ഇത്രയൊക്കെ പള്ളിയിൽ പോവുകയും ഇത്രയൊക്കെ ദൈവസന്നിധിയിൽ ഞാൻ വ്യാപരിക്കുകയും ചെയ്തിട്ട് എന്നോട് ദൈവത്തിന് കരുണയില്ലേ? ദൈവത്തിൻ്റെ കണ്ണടഞ്ഞു പോയോ? ഇന്നലെ ഞാനും പൗലോസ് ബ്രദറുമൊക്കെ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി ഓസ്ട്രേലിയയിൽ നിന്ന് വിളിച്ചു. ഭാര്യ ഡോക്ടർ, ഭർത്താവ് എഞ്ചിനീയർ, 2 മക്കളെ. അദ്ദേഹം പറയുകയാണ്, ഞാൻ നല്ല ജീവിതം നയിച്ചുകൊണ്ട് നടക്കുകയാണ്, പ്രാർത്ഥിക്കുകയും ദേവാലയത്തിൽ പോയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും എല്ലാ വിശുദ്ധരുടെ നോവനകളും എല്ലാം പ്രാർത്ഥിച്ചിട്ടും ഓസ്ട്രേലിയയിൽ ഞാൻ അനുഭവിക്കുന്ന വേദനകളെ, ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളെ, ഞാൻ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ ഇതെല്ലാം ഓർത്തിട്ട് എനിക്ക് ജീവിക്കണമെന്നില്ല, ഞാൻ മരിക്കാൻ പോകുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരൻ കൊടുത്ത നമ്പറിലാണ് എന്നെ വിളിച്ചത്. ഇന്നലെ ധ്യാനം കൂടി പോയ ഒരു സഹോദരൻ കൊടുത്തിട്ട് വിളിച്ചതാ. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്, ശബ്ദം കട്ടായി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എനിക്ക് ശരിക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അദ്ദേഹം എന്തുകൊണ്ടാണ് വിങ്ങിപ്പൊട്ടി ശബ്ദം മുറിഞ്ഞു പോയത് എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞു, ഇദ്ദേഹം ചിലപ്പോൾ ഒരുപക്ഷെ കുടിച്ച് മത്തനായിട്ട് സംസാരിക്കുകയായിരിക്കുമെന്ന്. അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, ഞാൻ എന്നാൽ വീടിന് വെളിയിലോട്ടൊന്ന് വരട്ടെ, എന്നിട്ട് വിളിക്കാം. ഉടൻ തന്നെ വെളിയിൽ പോയി അദ്ദേഹം എന്നെ കോൾ ചെയ്തു. കാരണം അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് ഭാര്യയും മക്കളും കേൾക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ആ പറഞ്ഞുകൊണ്ടിരുന്ന സമയം അദ്ദേഹം വിങ്ങിപ്പൊട്ടി കരഞ്ഞിട്ട് വെളിയിലേക്ക് വന്നിട്ട് എന്നോട് ആ സാഹചര്യം പറഞ്ഞു. ഞങ്ങൾ സ്പീക്കർ വെച്ചാണ് ഞാനും പൗലോസ് ബ്രദറും പൗലോസ് ബ്രദറിന്റെ ജീവിത പങ്കാളിയും വീട്ടിലിരുന്നത് കേട്ടത്. അദ്ദേഹത്തിന് ഒരു ആശ്വാസം പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ ആരുമില്ല. അദ്ദേഹത്തിൻ്റെ ഈ സഹോദരൻ നമ്പർ കൊടുത്തപ്പോൾ പറഞ്ഞു, ജോർജ് ബ്രദർ എന്ന് പറയുന്ന ആള് വചനത്തിന്റെ ഒരു കൂടാരമാണ്, അദ്ദേഹം നിനക്ക് ആശ്വാസം പകർന്നു തരുവാൻ ദൈവത്തിന്റെ വചനം അദ്ദേഹത്തിന്റെ പക്കലുണ്ട്, അദ്ദേഹം അത് പകർന്നു തരും എന്ന്. സത്യമായിട്ടും ഞങ്ങൾ 3 പേര് ഇവിടെ ഇരുന്നു. അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് ബോധ്യം കിട്ടി. അദ്ദേഹം മദ്യപിച്ചിട്ടല്ലല്ലോ ഞങ്ങളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവസാന മരണമൊഴി പോലുള്ള വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നത്. അപ്പോൾ ആ നിമിഷം ഞാൻ ദൈവത്തെ, എൻ്റെ ഹൃദയം കർത്താവിലേക്ക് ഉയർത്തി. കാര്യം ആശ്വാസത്തിന്റെ ഉറവിടം ക്രിസ്തു ആണല്ലോ. ക്രിസ്തു ആണല്ലോ ആശ്വാസം പകർന്നു കൊടുക്കേണ്ടത്. ഞാൻ ആരാണ്? ഞാൻ ഒരു നിസാരനാണ്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ആ സമയത്ത് വെളിപ്പെടുത്തി. ഓസ്ട്രേലിയയിൽ അദ്ദേഹം കുടുംബം ആത്മഹത്യക്ക് ഒരുങ്ങുന്നു, വീട്ടിലേക്ക് വരാനായിട്ട്. ഭാര്യ ഡോക്ടറാണ്. അദ്ദേഹം എഞ്ചിനീയറിംഗ് പഠിച്ചു. സാമ്പത്തിക ക്ലേശം, ഓസ്ട്രേലിയയിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥ, എല്ലാം കൊണ്ട് അദ്ദേഹം വിങ്ങിപ്പൊട്ടി കരയുന്നു, ഒരു കൊച്ചിനെ പോലെ.
കൊച്ചു കുഞ്ഞിനെ പോലെ വാവിട്ട് കരഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നിലേക്ക് ആവസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ആശ്വാസം പകർന്നു കൊടുത്തു. ആശ്വാസത്തിന്റെ ഉറവിടം ക്രിസ്തുവാണ്. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരെ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും വീട്ടിൽ വിളിക്കുന്ന ഈശോയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഈശോയുടെ വചനങ്ങൾ കേൾക്കുവാനോ അതനുസരിച്ച് ജീവിക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ലല്ലോ. അതാണ് നമ്മുടെ പരാജയം. അതാണ് നമ്മുടെ ജീവിതത്തില് ദുഷ്ടാത്മാവ് കയറി നിരങ്ങുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ എന്നെ തന്നെ എങ്ങനെ വിശദീകരിക്കും? ഈ സഹനങ്ങളും കഷ്ടങ്ങളും പ്രയാസങ്ങളും നേരിടുമ്പോൾ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം നഷ്ടധൈര്യരായി, നിരാശരായി നാം ദൈവത്തിൽ നിന്നും മനുഷ്യനിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഓടിപ്പോകുന്നതിനെ അല്ല. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നത്, വരുവേൻ, നമുക്ക് രമ്യതപ്പെടാമെന്ന്. നിന്റെ പാപങ്ങൾ എത്ര വലുതാണേലും അത് പട്ടുപോലെ വെളുപ്പിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവിടെയും പറയുന്നു, നിങ്ങളെ തന്നെ കഴുകി വിശുദ്ധീകരിക്കുവേൻ, നിങ്ങളെ തന്നെ കഴുകി വിശുദ്ധീകരിക്കുവേൻ. അവിടെ വിളിച്ചു പറയുന്ന വചനങ്ങള് നമുക്കറിയാം. അസന്മാർഗത്തിൽ നിന്നൊക്കെ ഓടിയകലണം, മ്ലേച്ഛതകൾ അകറ്റണം. ഇതെല്ലാം നമ്മളെ കഴുകി വിശദീകരിക്കുന്ന ഒരു മേഖലയാ. പക്ഷെ നമ്മളെ കുഞ്ഞാൻ ബ്രദർ പറഞ്ഞതുപോലെ നമ്മൾ ഈ ലോകത്തിലേക്ക് ഇറങ്ങുമ്പോൾ അഴുക്കുകളൊക്കെ നമ്മുടെ കണ്ണിൽ കൂടിയും ചെവി കൂടിയൊക്കെ കരുന്നു വരുമ്പോൾ ആ ദോശ ചുട്ട കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം ദോശമയമായി നല്ല രീതിയിൽ ആ അപ്പം ചുട്ടെടുക്കണമെങ്കിൽ ഓരോ ദോശ ചുടുമ്പോഴും എണ്ണ പുരട്ടി കൊടുക്കണം. അത് ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊക്കെ അഭിഷേകം കുറഞ്ഞു പോകുമ്പോഴാണ് ഈ ആത്മീയ ഫലങ്ങളെ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് നല്ല വ്യക്തമായിട്ട് വചനം കേട്ടറിയ. സത്യമായിട്ടും ദൈവത്തിൻ്റെ ദാസന്മാരിൽ കൂടി ദൈവം സംസാരിക്കുമ്പോൾ അവ നിസ്സാരമായിട്ട് നമ്മൾ തള്ളിക്കളയുകയാണ്. അതനുസരിച്ച് ജീവിച്ചാൽ നിശ്ചയമായിട്ടും ദൈവം തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും. പക്ഷെ പലപ്പോഴും നമ്മൾ ദൈവവചനത്തെ അവഗണിക്കുകയാണ്. കേട്ടിട്ടും അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ഇവിടെ പറയുകയാണ് യെശയ്യാ 1:17, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ. നന്മ പ്രവർത്തിക്കാൻ ശീലിക്കണം. അതാണ് ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നന്മ, വിശ്വസ്തത എല്ലാം അദ്ദേഹം രണ്ടാമത്തെ ഘട്ടത്തിൽ എടുത്തു. പ്രിയമുള്ളവരെ, നിങ്ങളെ തന്നെ കഴുകി വിശദീകരിക്കുവേൻ എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ ഇപ്രകാരം പറയുന്നത് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. ദുഷ്കർമ്മങ്ങൾ എൻ്റെ സന്നിധിയിൽ നിന്ന് അകറ്റണം, നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കണം, നന്മ പ്രവർത്തിക്കാൻ ശീലിക്കണം, നീതി അന്വേഷിക്കണം, മർദ്ദനം അവസാനിപ്പിക്കണം. ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ആ മർദ്ദനം അവസാനിപ്പിക്കണം. പക്ഷെ പലപ്പോഴും നമ്മൾ പരസ്പരം മല്ലടിക്കുകയാണ്. നമ്മളെ തന്നെ വിശദീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. നമ്മൾ മുഖേന മറ്റുള്ളവർ അശുദ്ധരാകുന്നു. നമ്മുടെ വായിൽ വരുന്ന വാക്കുകൾ കേട്ടിട്ട് അവര് തിരിച്ചു പറയുമ്പോഴും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മല്ലടിക്കുന്നത് കൊണ്ട് നമ്മളെ തന്നെ വിശദീകരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. യോശുവ പറഞ്ഞ വചനം, ഇന്ന് നിങ്ങളെ വിശദീകരിച്ചാൽ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, നിങ്ങളെ തന്നെ കഴുകി വിശദീകരിക്കുവേൻ. ദൈവമായ കർത്താവ് പറയുകയാണ്, എങ്ങനെയാണ് കഴുകി വിശദീകരിക്കേണ്ടത്? എൻ്റെ സന്നിധിയിൽ ദുഷ്കർമ്മങ്ങൾ, ദുഷിച്ച പ്രവർത്തികൾ അകറ്റണം. രണ്ടാമത് പറയാണ് നിങ്ങളുടെ അകൃത്യങ്ങൾ അവസാനിപ്പിക്കണം. മൂന്നാമത് പറയാണ് നന്മ പ്രവർത്തിക്കാൻ ശീലിക്കുവിൻ. നാലാമത് പറയുകയാണ് മർദ്ദനം അവസാനിപ്പിക്കുവിൻ. അഞ്ചാമത് പറയുകയാണ് അനാഥരോടെ നീതി ചെയ്യുവിൻ. നമുക്കറിയാം തോമസ് ഏട്ടനെ പറ്റി പറഞ്ഞത്, കോട്ടയത്ത് അനേക രോഗികൾക്കും അനാഥർക്കും അദ്ദേഹം ആഹാരം കൊടുത്തു തുടങ്ങി. ചില സമയങ്ങളിൽ അദ്ദേഹത്തിന് പൈസ ഇല്ലാതെ ഞെരുങ്ങുന്ന അവസ്ഥകളുണ്ട്. അവിടെയൊക്കെ ഒരു സംഭാവന ചെയ്യാൻ പോലും ആരുമില്ല. കാരുണ്യ പ്രവർത്തകരുടെ കാരുണ്യവാനാണ് ആ തോമസ് ഏട്ടൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ തുടങ്ങിയത് ലോകം മുഴുവനും അറിയാൻ തുടങ്ങി. എന്നാലും മനസ്സ് തുറന്ന് സഹായിക്കാൻ ചുരുക്കം പേരേ ഉള്ളൂ. അങ്ങനെ പല സ്ഥലങ്ങളിലും പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ ഈ നന്മ പ്രവർത്തിക്കാൻ ശീലിക്കണം, നീതി അന്വേഷിക്കണം,
നമ്മൾ അനീതിയുടെ പിന്നാലെയാണ് പോകുന്നത്. മർദ്ദനം മാതാപിതാക്കളും മക്കളുടെ ഇടയിലും ഭാര്യ ഭർത്തൃബന്ധത്തിലും അയൽവക്ക ബന്ധങ്ങളിലും ഒക്കെ ഈ മർദ്ദനം എന്ന് പറയുന്നത് വാക്കുകൊണ്ട് അടിച്ചമർത്തുക, കൈകൊണ്ട് മുഷ്ടിപ്രയോഗം ചെയ്യുക, തെറി വിളിച്ച് അടിച്ചമർത്തുക, ഈ സ്വഭാവങ്ങളെല്ലാം നമ്മളിൽ നിന്ന് അകറ്റുമ്പോൾ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുകയാണ്. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലെ 19 മുതലുള്ള തിരുവചനങ്ങളെ ഈശോ തമ്പുരാൻ പറയുന്നത്, അവർക്ക് വേണ്ടി അവരും സത്യത്താൽ വിശുദ്ധീകരിക്കാൻ വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവരുടെ വിശുദ്ധീകരണത്തിന് വേണ്ടി ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കണം. ആ വിശുദ്ധി കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കാര്യത്തില്ല. എന്നിട്ട് ഈശോ പറയുകയാണ്, അവർ മാത്രമല്ല അവരുടെ വചനങ്ങൾ കേൾക്കുന്നവർ കൂടി വിശുദ്ധീകരിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നത്. ഇതാണ്, അവിടെയാണ് അത്ഭുതം ദൈവം പ്രവർത്തിക്കുന്നത്. ദൈവം പ്രവർത്തിക്കണമെങ്കിൽ വിശുദ്ധീകരണം ആവശ്യമാണ്. അതുകൊണ്ട് വ്യക്തമായിട്ട് ഇവിടെ പറയുകയാണ്. വീണ്ടും പറയാം, കഷ്ടങ്ങളും നഷ്ടങ്ങളും വേദനകളും വരുമ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് നമ്മൾ ചോദിക്കും. ഇന്നലെ അദ്ദേഹത്തിന്റെ വാക്കുകള് ഞങ്ങളെ 3 പേരെയും വിഷമിപ്പിച്ചു. മരിക്കാൻ പോകുന്ന ഒരു വ്യക്തി ഞാൻ എടുത്തില്ലായിരുന്നെങ്കിലോ, അതുകൊണ്ട് ശബ്ദമില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുവിൻ. ആ ശബ്ദമില്ലാന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു നിമിഷം മാത്രം എനിക്ക് ശബ്ദം കിട്ടി. ആ ശബ്ദം അയാളോട് സംസാരിക്കാനായിട്ട് മണിക്കൂറുകളോളം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സമാധാനമായി. അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. അദ്ദേഹം വളരെ വേദനിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കഷ്ടപ്പാടുകള്, അദ്ദേഹത്തിന്റെ വേദനകളെ നമ്മുടെ കൂട്ടായ്മയിൽ പ്രാർത്ഥിച്ചാൽ 100% അദ്ദേഹവും കുടുംബവും ഓസ്ട്രേലിയയിൽ നല്ല ഒരു സമ്പൽ സമൃദ്ധി നേടി ജീവിക്കും. നമ്മൾ അതിനാണല്ലോ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ശാന്ത മനുഷ്യ പ്രാർത്ഥനയുടെയും വചന കൂടാരത്തിന്റെയും തെറ്റുകൾ തിരുത്തലിന്റെയും പ്രബോധനത്തിന്റെയും ഉപദേശത്തിന്റെയും ശാസനത്തിന്റെയും ഒരു മിനിസ്ട്രിയാണല്ലോ. തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും കുറവുകളെ നിറവുകളാക്കി മാറ്റുവാനും നമുക്ക് സാധിക്കുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട്. അനേകർക്ക് അത് ഫലപ്രദമാകുന്നുണ്ട് എന്ന് സത്യമായിട്ടും എനിക്ക് നിങ്ങളോട് പറയേണ്ടിയിരിക്കുന്നു. കാര്യം ഇതിൽ പങ്കുചേരുന്ന എല്ലാ മക്കളും ആത്മാർത്ഥതയുള്ളവരാണ്, സത്യസന്ധത ഉണ്ട്. അത് മതി. ഒരുപാടൊന്നും ദൈവം ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവര്, ഇനി നമുക്ക് ഈ ലോകത്തെ കഷ്ടങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ കഷ്ടതയുടെ തീച്ചുളയിലും സഹനത്തിന്റെ തീച്ചുളയിലും ദൈവം എന്നെ അനുവദിക്കുമ്പോൾ അത് എൻ്റെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കി ദൈവസന്നിധിയില് നമ്മളെ എങ്ങനെ ഇടപെടണം എന്ന് തമ്പുരാൻ ഇന്ന് എന്നോട് സംസാരിച്ചതാണ്. ഒരുപാട് വചനങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് വാക്കുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് വ്യാഖ്യാനങ്ങൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് നമ്മളെ പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു ജീവിതം നയിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റുന്നില്ലെങ്കിൽ അത് നിശ്ചയമായിട്ടും ദൈവത്തിന്റെ വചനത്തെ അവഗണിക്കുകയും നമ്മുടെ കപടഭക്തിക്കാരായിട്ട് ജീവിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണെന്ന് ഉള്ള സത്യം ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കപടഭക്തി കാണിക്കുകയും മനുഷ്യന്റെ മുമ്പിൽ വിളങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കൽ വാങ്ങലുകൾ നടത്തുകയും ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള വിശദീകരണം നമ്മൾ നടക്കുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളെ കുറിച്ച് വ്യാഖ്യാനിച്ചപ്പോൾ നമ്മളെ അത് 2 ഭാഗമായിട്ട് പറഞ്ഞപ്പോൾ ഏകദേശമൊക്കെ ഈ ഇരിക്കുന്ന എല്ലാ മക്കളും കേട്ടത് എല്ലാവർക്കും മനസ്സിലായെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അദ്ദേഹം ഇന്നലെയും പൊട്ടിമുളിച്ച് വന്ന വ്യക്തിയല്ല. അദ്ദേഹം വചനപ്രഘോഷകൻ തന്നെയാണ്, സഹനത്തിന്റെ തീച്ചുളയിലാണ്. പക്ഷേ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ക്രിസ്തുവിൽ. അതുകൊണ്ട് ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയാ, എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം നമുക്കും ഇതിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ വ്യക്തമായിട്ട് എഫേസ്യർ 6-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള തിരുവചനങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി. പക്ഷെ നിങ്ങളെ തന്നെ വിശദീകരിക്കണമെങ്കിൽ, നിങ്ങളെ തന്നെ കഴുകണമെങ്കിൽ ഈ വചനം അതിനോട് കൂട്ടിച്ചേർത്ത് കാണുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ലോകത്തിലെ എനിക്കും നിങ്ങൾക്കും വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ സാധിക്കും. ആയതിനാൽ ഈ വചനം നമുക്ക് ഇടാം. അവസാനമായിട്ട് പറയുക, നമ്മൾ നടത്തുന്ന ആത്മീയ സമരമാണ്. ആത്മീയ സമരം എന്ന് പറഞ്ഞാൽ നാം ശത്രുവാന്ന പിശാചിനോട്, ദുഷ്ടന്റെ പ്രവർത്തനങ്ങളോട് വിട പറയണമെങ്കിൽ അവനോട് ചേർത്ത് നിൽക്കണം. നമുക്കറിയാം, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായത്തില് 7-ാമത്തെ വചനം പറയുന്നുണ്ട്, നിങ്ങൾ കർത്താവിനോട് ചേർന്നിരിക്കുവിൻ, ശത്രുവാന്ന പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ.
അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടിയകലും. അവനാണ് നമ്മുടെ ജീവിതത്തിലെ നാശങ്ങൾ വരുത്തുന്നതും നമ്മളെ തകർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതും നമ്മുടെ ജീവിതത്തെ ഛിന്ന ഭിന്നമാക്കുന്നതും കുടുംബത്തെ നശിപ്പിക്കുന്നതും. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ മാംസരക്തങ്ങളോടാണ് പോരാടുന്നത്. എന്തെങ്കിലും സംഭവിച്ചാൽ, എന്തെങ്കിലും കുറവ് വന്നാൽ, എന്തെങ്കിലും വേദനിച്ചാൽ നമ്മൾ നമ്മുടെ ജീവിത പങ്കാളിയോടെ തട്ടിക്കേറും, തെറി വിളിക്കും. മക്കളാന്നേലും എന്തെങ്കിലും കുറവ് വന്നാൽ അമ്മയപ്പനെ ധിക്കരിക്കുക, വീട്ടിൽ കലഹമുണ്ടാക്കുക. അപ്പം നമ്മൾ മാംസരക്തങ്ങളോടാണ് പോരാടുന്നത്. അവിടെ സാത്താൻ ജയിക്കുകയാണ്. സാത്താന്റെ കുടില തന്ത്രങ്ങളെ ജയിക്കാനാണ് ഇവിടെ പറയുന്നത്. നാം ദൈവത്തോട് ചേർന്നിരിക്കണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളൊക്കെ നമ്മളിൽ കാണണം. നമ്മളെ പരിശുദ്ധാത്മാ ഫലങ്ങൾ എന്നും നമ്മളെ ഒന്ന് ശോധന ചെയ്യുന്നത് നല്ലതാ. എന്നിൽ സ്നേഹം കുറഞ്ഞു പോയോ, എന്നിൽ വിശ്വസ്തത കുറഞ്ഞു പോയോ, എൻ്റെ ക്ഷമ അറ്റുപോയോ, എവിടെയൊക്കെയാണ് കർത്താവെ എനിക്ക് കുറവ് വന്ന് ഞാൻ ദയ കാണിക്കാൻ മറന്നുപോയോ, ഞാൻ ക്ഷമിക്കാൻ മറന്നുപോയോ എന്നൊക്കെ നമ്മളെ തന്നെ ആത്മശോധന ചെയ്യാമെങ്കിൽ എൻ്റെ പരിശുദ്ധാത്മാവിലെ ആ ഫലങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയേ എന്നെനിക്ക് തോന്നും. നഷ്ടപ്പെടലിനെ നിറവുകളാക്കി മാറ്റണമെങ്കിൽ തമ്പുരാന്റെ മുമ്പിൽ നമ്മളെ അവസാനമായി അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിൽ കരുത്തുള്ളവരാകണം. അതാണ്ട് എഫെസ്യർ 6:10 പറയുന്ന അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രഭാവത്തിലും നിങ്ങൾ കരുത്തുള്ളവരാകണം. നിങ്ങളെ തന്നെ കഴുകി വിശദീകരിക്കണമെങ്കിൽ, നല്ല നന്മ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, അനീതി ഇന്ന് നീതി അന്വേഷിക്കുന്നെങ്കിൽ, അവസാനമായിട്ട് കർത്താവ് പറയാണ് ആത്മീയ സമരം പോരാടണം. എങ്കിൽ മാത്രമേ ദൈവരാജ്യം എന്നിലും എൻ്റെ ഭവനത്തിലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലും കൃഷി സ്ഥലങ്ങളിലും സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. ദുഷ്ടന്റെ 11-ാമത്തെ വചനം പറയുന്നു, സാത്താന്റെ കുടില തന്ത്രങ്ങളെ എതിർത്ത് നീക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. ഒരായുധം പോലും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാ ആയുധങ്ങളും ധരിക്കണം. ഞാൻ സഹനത്തിൽ കൂടി രോഗത്തിൽ കൂടിയൊക്കെ ജീവിക്കുമ്പോൾ, ഞാൻ പ്രാർത്ഥിച്ച അനുഗ്രഹം കിട്ടാതെ വരുമ്പോൾ ദൈവത്തോട് പോരാടണ്ട, സാത്താന്റെ കുടില തന്ത്രങ്ങളോട് പോരാടണം. എന്നിട്ട് ഇവിടെ 12-ാമത്തെ വചനം പറയുക, എന്നാൽ നമ്മൾ മാംസരക്തത്തിനും എതിരായിട്ടല്ല, മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല നമ്മൾ പോരാടേണ്ടത്. ഇന്ന് ഞാൻ കണ്ടുവരുന്ന ഒരു വലിയ സംഗതിയാണ്, ഏത് പ്രശ്നം വന്നാലും ഭർത്താവ് ഭാര്യയുടെ തലയിൽ കയറുക, ഭാര്യ മക്കളുടെ തലയിൽ കയറുക, മക്കള് മാതാപിതാക്കളുടെ തലയിൽ കയറുക. ഇവരെവിടെല്ലാം നമ്മളെ അടിച്ചേൽപ്പിക്കുക. ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അത് തീർക്കുന്നത് മറ്റൊരാളോടാ. മാംസരക്തങ്ങളോടല്ല നമ്മൾ പോരാടേണ്ടത്. അത് മാംസമാണ്, അത് നമ്മുടെ രക്തമാണ്. അവരോട് പോരാടിയാൽ ഈ സാത്താന്റെ കുടില തന്ത്രങ്ങളെ ജയിക്കുവാൻ നമുക്ക് സാധിക്കത്തില്ല. സാത്താൻ അവിടെ സന്തോഷിക്കുകയാണ്, അവനെ കൈകൊട്ടിച്ചിരിക്കുകയാണ്. ഒരു കുടുംബത്തിലെ സാത്താൻ കയറി നിരങ്ങുമ്പോൾ സാത്താന്റെ സന്തതികളെല്ലാം സന്തോഷിക്കുകയാണ്. ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ ഞാനൊന്ന് ഒരു സാന്ത്വന വാക്ക് പറയാൻ എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ സ്നേഹത്തോടെ സംസാരിക്കുന്നില്ല, ഞാൻ ദയ കാണിക്കുന്നില്ല, ഞാൻ ക്ഷമിക്കുന്നില്ല, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല, സഹനങ്ങൾ ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥ, കുറ്റാരോപണങ്ങൾ തന്നെ, പരസ്പരം സ്നേഹിക്കാൻ പറ്റാതെ കുറ്റം പറച്ചില്. അത് കുറ്റം പറയുന്നത് എവിടെയാ? നാട്ടുകാരെ കേൾപ്പിച്ച് സ്വന്തക്കാരോട് ബന്ധുക്കളോട് എല്ലാം ഭർത്താവിന്റെ കുറവുകളെ വിളമ്പുകയാണ്, ഭാര്യയുടെ കുറവുകൾ വിളമ്പുകയാണ്, മക്കളെ തോന്നിവാസങ്ങൾ വിളമ്പുകയാണ്. എന്തിനാ നിനക്ക് ദൈവം ഒരു കുടുംബം തന്നത്? ആ കുടുംബത്തെ ദൈവത്തെ വിളിച്ചുകൊണ്ട്, ആ കുടുംബത്തെ ദൈവത്തിന്റെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ സാത്താന്റെ കുടില തന്ത്രങ്ങളെ നിന്റെ കുടുംബത്ത് വിലപ്പോകുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഇന്ന് കുടുംബം ഛിന്ന ഭിന്നമാകുന്നെങ്കിൽ, കുടുംബത്തിലെ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, സ്നേഹത്തിലെ മക്കളും മാതാപിതാക്കളും അകൽച്ച വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ കുടില തന്ത്രം പ്രയോഗിച്ച് കഴിഞ്ഞു. പിശാച് കുടില തന്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞു. അതിൽ നിന്ന് നമ്മളെ രക്ഷ നേടണമെങ്കിൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കണം. അതാണ് ഇവിടെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ ശക്തിയിൽ നിന്ന് നമ്മൾ പ്രബലപ്പെടണം. കാര്യം മാംസരക്തങ്ങളോടല്ല നമ്മൾ പോരാടേണ്ടത്. പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു ദുരാത്മാക്കൾക്കും എതിരമായിട്ടാണ് നമ്മൾ പോരാടേണ്ടത്.
അവിടെ 12-ാമത്തെ വചനം പറയാ, നമ്മൾ പോരാടേണ്ടത് ആരോടാണ്? നിന്റെ ഭാര്യയോടല്ല, നിന്റെ ഭർത്താവിനോടല്ല, നിന്റെ മക്കളോടല്ല, നിന്റെ അയൽവക്ക ബന്ധങ്ങളിലല്ല. പിന്നെയോ എവിടെയാണ് ദൈവത്തിന്റെ ആയുധം ധരിച്ചുകൊണ്ട് പോരാടേണ്ടത്? സ്വർഗീയ ഇടങ്ങളിൽ, സമാധാനത്തോടെ കഴിയുന്നിടത്ത്, ഭിന്നിപ്പുണ്ടാക്കുന്ന ഇടങ്ങളിൽ, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ആ വാക്ക് തർക്കത്തില് അതിൻ്റെ ഇടയിൽ സാത്താൻ കയറിയിരിക്കുക. അവൻ കുടില തന്ത്രം ഉപയോഗിക്കുമ്പോൾ ഭർത്താവ് ഒന്ന് പറയുമ്പോൾ ഭാര്യ 2 പറയും, ഭാര്യ 2 പറയും, ഭർത്താവ് 4 പറയും. അങ്ങനെ വാക്ക് തർക്കങ്ങളായി, കൈവെപ്പ് ശുശ്രൂഷകളായി കുടുംബത്തില് സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്നു. സാത്താന്റെ വലിയ കുടില തന്ത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. സാത്താന്റെ വലിയ കുടില തന്ത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിവുണ്ടായിരിക്കണം. അതുകൊണ്ട് പൗലോസ്ലീഹ വ്യക്തമായിട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞുകൊണ്ട് പറയുന്നത്, നിങ്ങൾ മാംസരക്തങ്ങളോടല്ല പോരാടേണ്ടെന്ന്. നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന, നമ്മളെ ആധിപത്യം ചുമന്ന് അടിമപ്പെടുത്തിയിരിക്കുന്ന മദ്യത്തിനടിമ, ദേഷ്യത്തിനടിമ, കോപത്തിനടിമ, ഉറക്കത്തിനടിമ, ഈ അടിമത്വത്തിന്റെ അധികാരത്തിലിരിക്കുന്ന ആ ദുഷ്ടാത്മാക്കളോടാണ് നമ്മൾ പോരാടേണ്ടത്. എങ്കിൽ കുടുംബത്തിൽ ശാന്തിയും സമാധാനവും കൈവരിക്കാൻ നമുക്ക് സാധിക്കും. അതിനാൽ 13-ാമത്തെ വചനം പറയുന്നു, അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ, അതായത് പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. എങ്ങനെ സാധിക്കും? ദൈവത്തിന്റെ ആയുധം ധരിക്കണം. പരസ്പരം മല്ലടിക്കാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു പരസ്പരം കടിച്ചു കയറാതെ ദൈവസന്നിധിയില് എങ്ങനെ പെരുമാറണം? എന്താണ് ദൈവത്തിന്റെ ആയുധം? 1-ാമത്തെ ആയുധം സത്യം. സത്യം തുറന്നു പറയാൻ മടിക്കരുത്. സത്യം കൊണ്ട് അരമുറക്കണം. നമുക്കറിയാം, പൗലോസ്ലീഹ കടവറയിൽ കിടന്നപ്പോൾ അവിടെ നിന്ന സേനാധിപനെ കണ്ടുകൊണ്ടാണ് ഈ ഒരു വചനഭാഗം എഴുതിയതെന്ന് ആത്മാവ് എനിക്ക് വെളിപ്പെടുത്തി തരിക. കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്ന പടനായകനെ കണ്ടു. നമ്മൾ പോരാടേണ്ടത് മാംസരക്തങ്ങളോടല്ല എന്ന് മനസ്സിലായി. നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികളോടാണെന്ന്. അതിന് അദ്ദേഹം ബെൽറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു. അരയിൽ അരമുറുക്കിയിരിക്കുമ്പോൾ ഒരു വലിയൊരു സ്ട്രെങ്ത് പോലെ തോന്നും. നമുക്കറിയാം, അര ലൂസായി കിടന്നാൽ നമ്മൾ തളർന്ന പോലെ ആകും. എന്നാൽ അരയൊന്ന് മുറുക്കി കഴിയുമ്പോൾ ഉടുത്തിരിക്കുന്ന മുണ്ട് കൊണ്ടോ അല്ല തോർത്ത് കൊണ്ടോ അല്ല ബെൽറ്റ് കൊണ്ടോ അല്ല ചരട് കൊണ്ടോ ഒന്ന് കെട്ടുന്നവരുണ്ട്. അപ്പോൾ നമുക്കൊരു പ്രത്യേക അനുഭൂതി, പ്രത്യേക ശക്തിയാണ്. അതുകൊണ്ട് സത്യം എന്ന് പറയുന്നത് കൊണ്ട് അരകെട്ടണം, സത്യം കൊണ്ട്. പിന്നെ ഇവിടെ പറയുന്നു 2-ാമത്തെ ആയുധം എന്താണ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. 2-ാമത്തെ ആയുധമാണ്, അതൊക്കെ നമ്മൾ എടുക്കണം. നീതിയുടെ കവചം ധരിക്കുക. അനീതി പ്രവർത്തിക്കരുത്. എപ്പോഴും നീതിമാനായ ദൈവം നീതി നടത്തി തരണമെങ്കിൽ, വിളിച്ചവനായ ദൈവം നിനക്ക് വഴി നടത്തി തരണമെങ്കിൽ, സത്യവാനായ ദൈവം സത്യം വെളിപ്പെടുത്തണമെങ്കിൽ നീ സത്യം കൊണ്ട് അരമുറുക്കണം. 2, നീ നീതിയുടെ കവചം ധരിക്കണം. നീതി. പക്ഷെ നമ്മൾ ധരിച്ചിരിക്കുന്ന അനീതിയുടെ ആ കർത്തവസ്ത്രമാണ്. അനീതിയുടെ വസ്ത്രം ധരിക്കുന്ന വക്കീലുമാര് നമുക്കറിയാം. കാര്യം, അവർ ഈ അന്ധകാര ലോകത്തിന്റെ അകത്തവർ വെള്ള വസ്ത്രവും പുറത്തവർ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടാണ് കോടതി മുമ്പാകെ കയറുന്നത്. കാര്യം നമുക്കറിയാം, കോടതിയിലെ ത്രാശുമായിട്ടിരിക്കുന്നു. എന്തിനാ? കണ്ണ് മൂടിക്കെട്ടിയേക്കുന്ന ഒരാളുടെ പടം വെച്ചോണ്ടാണ് ത്രാശ് കാണുന്നത്. മുഖം നോട്ടമില്ലാതെ നീതി നടത്തി കൊടുക്കുന്ന നീതിപീഠമാണ് കോർട്ട്. പക്ഷേ ഇന്ന് കോർട്ടിൽ പോലും നമുക്ക് നീതി കിട്ടാത്തവര് ആ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കൈയൊക്കെയുള്ളവനും സമ്പത്തുള്ളവനും കോടതിയെ പോലും വിലയ്ക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. കാരണം സത്യത്തിന് നേരെ അവർ ചെവി അടയ്ക്കും, കണ്ണടച്ചു കളയും. അനീതി പ്രവർത്തിക്കുന്നവർക്കെതിരെ മുഖനോട്ടമില്ലാതെ അതാണ് അവർ സത്യം ചെയ്യുന്നത്. ഒരു കുറ്റവാളി പോലും 1000 കുറ്റവാളികള് അല്ല, ഒരു കുറ്റമില്ലാത്തവൻ രക്ഷപ്പെടരുത്. അപ്പം 1000 കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടാലും ഒരു കുറ്റം ചെയ്യാത്തവൻ ശിക്ഷിക്കപ്പെടാൻ പാടില്ല.
പ്രിയമുള്ളവരെ, ഇവിടെ വ്യക്തമായിട്ട് വിളിച്ചു പറയുകയാണ്, ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും എതിരായിട്ട് നാം പോരാടുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ മാലാഖമാരുടെ ഒരു വലിയ വ്യൂഹം സംരക്ഷണം തരും. പുത്രൻ നമ്മളെ സംരക്ഷിക്കും. ദൈവത്തിന്റെ വിരിച്ച ചിറകിന്റെ മറവിലായിരിക്കും നമ്മള് എന്നൊക്കെ സംരക്ഷണത്തെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ കേൾക്കാം. അതിനുകൊണ്ട് മൂന്നാമത്തെ ആയുധം നമുക്കറിയാം. ഒന്നാമത്തെ ആയുധം സത്യം കൊണ്ട് അരമുറുക്കുക. രണ്ടാമത്തെ ആയുധം നമുക്കറിയാം, നീതിയുടെ കവചം ധരിക്കുക. മൂന്നാമത്തെ ആയുധം എന്താണ്? സമാധാനത്തോടെ സംസാരിക്കണം. സമാധാനത്തിന്റെ സുവിശേഷത്തിനുള്ള ഒരുക്കമാകുന്ന പാദരക്ഷ. ഓരോ സ്റ്റെപ്പും സമാധാനത്തോടെ സംസാരിക്കാൻ പഠിക്കണം. ഭാര്യയോട് സംസാരിക്കുന്ന സമാധാനത്തോടായിരിക്കും, ഭർത്താവിനോട് സംസാരിക്കുന്ന സമാധാനത്തോടായിരിക്കണം, ആ മക്കളോട് സംസാരിക്കുന്ന സമാധാനത്തോട് വേണം. ഇത് സമാധാനമില്ല, പൊട്ടിത്തെറിച്ച് വയലന്റ് ആയിക്കൊണ്ട് അവരെ കടിച്ചു കയറി തിന്നുകൊണ്ടാണ് അവരെ ഉപദേശിക്കുന്നത്. ആ ഉപദേശം ആര് സ്വീകരിക്കാനാണ്? കേട്ടില്ലാത്ത മട്ട് ധരിച്ചുകൊണ്ട് അവിടെ എന്നിട്ട് അതിനെ പ്രതികരിക്കുകയും ചെയ്യും. സമാധാനത്തോടെ, പീസ് ഓഫ് മൈൻഡ്. ആ രീതി നമുക്ക് ഇല്ലാതായി പോകുന്നു. നമ്മുടെ പീസ് പോകുകയാണ്, സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പം മൂന്നാമത്തെ ആയുധം സമാധാനത്തോടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പഠിക്കണം. ഏത് പ്രതികൂലങ്ങൾ വന്നോട്ടെ, ഏത് പ്രശ്നങ്ങൾ വന്നോട്ടെ, സമാധാനത്തോടെ മുന്നോട്ട് ജീവിക്കാൻ പഠിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ സംരക്ഷണവും മാലാഖമാരുടെ വലിയൊരു വ്യൂഹവും നമുക്ക് അനുഗ്രഹത്തിന്റെ നദികളും അനുഗ്രഹത്തിന്റെ വാതിലുകളും ദൈവം തുറന്നു തരും. അടുത്തതുപോലെ സർവോരി ദുഷ്ടന്റെ ജ്വലിക്കുന്ന ക്രൂരമ്പുകളെ, അവന്റെ ആ ക്രൂരമ്പുകളെ അവൻ ജ്വലിച്ചു നിൽക്കുകയാണ്. ആരെ വിഴുങ്ങണം, ആരെ നശിപ്പിക്കണം? അവൻ അതാ അലർന്ന ശൃംഗത്തെ പോലെ, അതാ അരിശമ്പുണ്ട്, അവൻ ചുറ്റി നടക്കുന്നു എന്നൊക്കെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പഠിപ്പിക്കുന്നുണ്ട്. അവന്റെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കണം. നീ അവിശ്വാസിയാകരുത്, നീ സംശയകുലനാകരുത്, നീ സംശയിക്കരുത്. എല്ലാ കാര്യത്തിലും സംശയവും എല്ലാ കാര്യത്തിലും ചഞ്ചല ഹൃദയമുള്ളവന് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം കിട്ടത്തില്ലെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ചഞ്ചല ഹൃദയരാകുക. എല്ലാ കാര്യത്തിലും സംശയമാണ്. ഭാര്യ സംശയം, ജോലിയുടെ കാര്യത്തിന് സംശയം, ഇന്റർവ്യൂവിന് പോയ സംശയം, എല്ലാത്തിനും സംശയമാണ്. ആരെങ്കിലും അങ്ങോട്ട് നടന്നുപോയി ഒരു നിഴൽ കണ്ട സംശയം, എല്ലാത്തിനും സംശയമാണ്. ചഞ്ചല ഹൃദയരാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. വീണ്ടും പറയുകയാണ്, എന്താണ്? നമ്മുടെ നാലാമത്തെ ആയുധമാണ് വിശ്വാസത്തിന്റെ പരിച. അവന്റെ ക്രൂരമ്പ് വരുമ്പോൾ പരിച, വിശ്വാസം എടുത്താൽ മതി, സാത്താൻ തകർന്ന് തരിപ്പണമായി മാറും. അതാണ് നമ്മുടെ ആറാമത്തെ അറിയാം, രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളുവെടുക്കണം. ഇത്രയൊക്കെ വചനം കേട്ടതാ. രക്ഷയുണ്ടെന്നുള്ള തൊപ്പി എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും ടോപ്പിലിരിക്കുന്നതാ. ആ തൊപ്പി എന്ന് പറയുമ്പോൾ നീ രക്ഷയില്ലെന്ന് പറഞ്ഞ് അവൻ അടിമപ്പെടാതെ, ആ ദുഷ്ടന്റെ ക്രൂരമ്പുകള് ഏറ്റ് നീ തകർന്നു പോകാതെ, തളർന്നു പോകാതെ, നിന്റെ ജീവിതം നശിച്ചു പോകാതെ നീ രക്ഷയുടെ പടത്തൊപ്പി അണിയണം. അതിന് നിനക്ക് വേണ്ടിയത് ആത്മാവിന്റെ വചനമാകുന്ന വാള് വേണം. വചനം പറയുമ്പോൾ ആ ദുഷ്ടാരുവി നിന്നിൽ നിന്ന് ഓടിയകലും. വചനം പറഞ്ഞപ്പോഴാണ് സാത്താൻ ഓടിപ്പോയത്. ദൈവദൂതന്മാർ വന്ന് അവനെ സംരക്ഷിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ ജീവിതത്തില് നമ്മളെ മാംസരക്തങ്ങളോട് പോരാടാതെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോരാടാതെ ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടന്റെ ശക്തികളോട്, അവന്റെ ക്രൂരമ്പുകളെ ചെറുത്ത് നിൽക്കാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ഈ 6 ആയുധങ്ങൾ എടുക്കണം. ഈ 6 ആയുധങ്ങൾ ധരിക്കുന്നവനെ സാത്താന് ഭയങ്കര പേടിയാ. ഈ 6 ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ ഈ 6 ആയുധത്തിനും അവന് ചെറുത്ത് നിൽക്കാൻ പറ്റത്തില്ല. 6 ആയുധം നമ്മുടെ കയ്യിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ ദുഷ്ടപിശാച് നമ്മളിൽ നിന്ന് ഓടിയകലും. അതുകൊണ്ട് എന്നെ ശ്രമിച്ചവരെ, ഞാനിപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പരിപൂർണമായിട്ട് ദൈവസന്നിധിയിലെ നമ്മളെ ദുഷ്ടന്റെ ക്രൂരമ്പുകളെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിന്റെ ആയുധം ധരിക്കണം.
ഇന്ന് എന്നെ കേട്ടവരെ നമ്മൾ പല പ്രാവശ്യം ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ ഇന്നൊരു വ്യത്യസ്തമായിട്ട് ദൈവം തമ്പുരാൻ എന്നിൽ കൂടി സംസാരിക്കുകയാണ്. നമ്മൾ മാംസരക്തങ്ങളോടല്ല പോരാടണ്ടേ. ഇനി കുടുംബത്തിൽ ആരും പരസ്പരം കലഹമുണ്ടാക്കരുത്, പരസ്പരം കുറ്റം പറയരുത്. കുറവുകളെ നിറവുകളാക്കി മാറ്റാനായിട്ട് നമ്മൾ പരിശ്രമിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ വലിയ ശക്തി നമ്മുടെ കുടുംബത്തിൽ വരും. എന്തെങ്കിലും കുറവ് വന്നാൽ, എന്തെങ്കിലും നഷ്ടങ്ങൾ വന്നാൽ പരസ്പരം ഭാരങ്ങൾ വഹിക്കണമെന്നാണ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായത്തിലെ 1 മുതൽ 3 വരെ പറയുന്നത്. അങ്ങനെ ക്രിസ്തുവിന്റെ നിയമം പൂർത്തീകരിക്കണം. എന്റെ സഹോദരൻ, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും കുഴപ്പം വന്നാൽ ആത്മീയരായ നിങ്ങൾ സൗമ്യതയോടെ സംസാരിക്കുകയും പരസ്പരം ഭാരങ്ങൾ വഹിക്കണം. ഭാര്യയുടെ കുറവുകളെ ഭർത്താവ് വഹിക്കണം. ഭർത്താവിന്റെ കുറവുകളെ ഭാര്യ വഹിക്കണം. ഭാര്യ ഭർത്താക്കന്മാരുടെ കുറവുകളെ, മാതാപിതാക്കളുടെ കുറവുകളെ മക്കൾ വഹിക്കണം. അതിനായിട്ടാണല്ലോ ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഇത് പരസ്പരം കുറ്റം പറഞ്ഞ് അവരെ ചവിട്ടിയെടുത്ത് അടിച്ച് താഴ്ത്തിയ ഇത് ദുഷ്ടന്റെ ക്രൂരമ്പാണ്, ദുഷ്ടന്റെ പ്രവർത്തനമാണ്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ പരിപൂർണമായിട്ട് നാം ഈ തിരുവചനം കേട്ടവരാണെങ്കിൽ ഇന്നു മുതൽ കുടുംബത്തിലെ ഒരു കാരണവശാലും പരസ്പരം നിങ്ങൾ മല്ലടിക്കരുത്. അത് സാത്താന്റെ കുടില തന്ത്രമാണ്. അപ്പം അവിടെ നിർത്തണം. ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് അതിനെ ചെറുത്തു നിൽക്കുക. ഇതാണ് എല്ലാ സഭയോടും എല്ലാ മക്കളോടും ദൈവം കൽപ്പിക്കുന്നത്. നമുക്ക് തലവരെ വണക്കാം. ദൈവത്തിന്റെ വചനം കേട്ട് ഇനിയും കുടുംബങ്ങളിലെ പരസ്പരം മല്ലടിക്കാതെ ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് ദൈവസന്നിധിയില് നമുക്ക് സാത്താനോട് പോരാടാം. മാംസരക്തങ്ങളോടല്ല പോരാടേണ്ടത്. ദൈവത്തിന്റെ ആയുധങ്ങൾ ധരിച്ചുകൊണ്ട് കുടുംബത്തെ സമാധാനത്തിനും സന്തോഷത്തിനും കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം ദൈവിക കുടുംബമായി, ആ ഹോളി ഫാമിലി തിരുകുടുംബം പോലെ നിങ്ങളുടെ കുടുംബത്തെ ആക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെല്ലാവരും ഒരുമിച്ച് ഇത് അനുസരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ വീട്ടിൽ വരും. കാര്യം നിങ്ങളെ തന്നെ നിങ്ങൾ വിശുദ്ധീകരിച്ചു. നാളെ നിങ്ങളുടെ ഇടയിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. തലകളെ വണക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശ്